അറബിക്കടലിൽ രൂപം കൊണ്ട ചപാല കൊടുങ്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുന്നു. കാറ്റിനെ പ്രതിരോധിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, പറയൂ. നീങ്ങുകയാണ്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ആയി ഈ ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തെത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒമാൻ തീരത്തെത്തുമ്പോൾ കാറ്റിന്റെ വേഗം 150 മുതൽ 160 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും. കൊടുങ്കാറ്റ് മൂലമുള്ള നാശനഷ്ടങ്ങൾ നേരിടാൻ അധികൃതർ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സലാല ഉൾപ്പെടുന്ന ദോഫാർ മേഖലയിലായിരിക്കും കാറ്റ് വീശുക. ഇവിടെ സുരക്ഷാ മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടങ്ങളിലെ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നു. സ്കൂളുകൾക്ക് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നാണ് ജനങ്ങളോട് മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നു. വെള്ളം, മെഴുകുതിരി, ടോർച്ച്, ഭക്ഷ്യസാധനങ്ങൾ എന്നിവ പരമാവധി ശേഖരിക്കണം എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇവ ശേഖരിക്കുന്ന തിരക്കിലാണുള്ളത്. ചുഴലിക്കൊടുങ്കാറ്റടിക്കുമ്പോൾ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപൂർവമായുള്ള ചുഴലിക്കൊടുങ്കാറ്റാണ് ചപാല. നേരത്തെ ഗോനു എന്ന ചുഴലിക്കൊടുങ്കാറ്റ് ഒമാനിൽ വലിയ നാശനഷ്ടം വിതച്ചിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചുഴലിക്കൊടുങ്കാറ്റാണ് ചപാല. ഏതായാലും കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ നേരിടാൻ അധികൃതർ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. സുരാജ്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷാർജ എമിറേറ്റിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മലയാളത്തിലും. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ബുക്ക്ലെറ്റിലാണ് വിവരങ്ങൾ മലയാളത്തിൽ ചേർത്തിട്ടുള്ളത്. അറബിക്, ഇംഗ്ലീഷ്, ബംഗ്ല തുടങ്ങിയ ഭാഷകളിലാണ് മലയാളത്തിന് പുറമേ വിവരങ്ങളുള്ളത്. സെൻസസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ബുക്ക്ലെറ്റിൽ ചേർത്തിട്ടുണ്ട്. സെൻസസ് പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 1 മാസത്തിനകം ഇത് പൂർത്തിയാക്കും. 2ാം ഘട്ടം ഡിസംബർ 6-ന് ആരംഭിക്കും. UAE-യിൽ ഇനി നാടകങ്ങളുടെ കാലം. അബുദാബി കേന്ദ്രീകരിച്ച് നിരവധി മലയാള നാടകങ്ങളാണ് ഒരുങ്ങുന്നത്. UAE-യിലെ പ്രൊഫഷണൽ നാടകരംഗത്തിൽ ശ്രദ്ധേയനായ വക്കം ജയലാൽ അവതരിപ്പിക്കുന്ന നിറമുള്ള സ്വപ്നം എന്ന നാടകം അടുത്ത ദിവസങ്ങളിൽ UAE-യിലെ വിവിധ വേദികളിൽ അരങ്ങേറും. കഴിഞ്ഞ 35 വർഷങ്ങളായി UAE-യിലെ 7 എമിറേറ്റുകളിലായി 50ഓളം വേദികളിൽ നാടകം അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ജയലാലും സുഹൃത്തുക്കളും. കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിക്കുന്ന 7ാമത് ഭരത് മുരളി നാടകോത്സവം ഡിസംബർ 10 മുതൽ ആരംഭിക്കും. കലാകാരന്മാരെ പോലെ തന്നെ നല്ല നാടകങ്ങളെ സ്നേഹിക്കുന്ന, ആസ്വദിക്കുന്ന ഇവിടുത്തെ വലിയൊരു വിഭാഗം ആസ്വാദകരും ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്നു. ന്യൂസ് ബ്യൂറോ, അബുദാബി. അബുദാബിയിൽ കഴിഞ്ഞ 9 മാസത്തിനകമുണ്ടായ റോഡപകടങ്ങളിൽ 63%ന്റെയും ഉത്തരവാദിത്തം യുവ ഡ്രൈവർമാർക്കെന്ന് അബുദാബി ട്രാഫിക് പോലീസ്. 63% റോഡപകടങ്ങളും 18 മുതൽ 35 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള ഡ്രൈവർമാരുടെ അശ്രദ്ധയും അലംഭാവവും കാരണമാണെന്നും അബുദാബി പോലീസ് ട്രാഫിക് ആൻഡ് പെട്രോൾ ഡയറക്ടറേറ്റ് ആക്ടിംഗ് ഡയറക്ടർ കേണൽ ഖാമിസ് ഇസ്ഹാഖ് മുഹമ്മദ് അറിയിച്ചു. ഈ വർഷം ആദ്യം 9 മാസം സംഭവിച്ച അപകടത്തെ തുടർന്നുണ്ടായ മരണനിരക്കിലും യുവാക്കൾ ഉത്തരവാദികളായത് 34%. ബാർക്കോഴ വിഷയത്തിൽ KM മാണിയുടെ പങ്ക് വ്യക്തമായിട്ടും KM മാണി അധികാരത്തിൽ തുടരുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രവാസികൾ അഭിപ്രായപ്പെട്ടു. ദമാമിൽ നിന്ന് വീട്ടമ്മമാർ വരെ ഈ അഭിപ്രായം ഉയർത്തി. ദമാമിലെ പ്രവാസികളുടെ പ്രതികരണങ്ങളിലേക്ക്. ആസ്പദമായ തെളിവുണ്ടെന്നിരിക്കെ KM മാണി അധികാരത്തിൽ തുടരുന്നത് തൊലികെട്ടുകൊണ്ട് മാത്രമാണ്. KM മാണി അടക്കമുള്ളവർ പലവട്ടം തേച്ചു മായ്ച്ചു കളയാൻ നോക്കിയ കേസിനെതിരെയാണ് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ നിലപാട് തീർത്തും ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളി. ബാർക്കോഴ കേസിൽ തുടരന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ധനമന്ത്രി KM മാണി രാജിവെച്ചൊഴുകുകയാണ് വേണം. ഇത്തരം കോഴക്കേസുകൾക്ക് പിന്നാലെ ചർച്ചകളുമായി കൊണ്ടുപോവേണ്ട നമ്മുടെ ഗതിയിൽ ഇതിനെ തിരഞ്ഞെടുത്ത് സാധാരണക്കാരുടെ മുഖത്തേക്ക് കാക്കിച്ചു തുപ്പിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ വിജിലൻസ് SP സുകേഷ് തന്നെയാണ് ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മാനിച്ചുകൊണ്ട് KM മാണി രാജിവെക്കുന്നു. ദുബായിൽ നടന്ന ഗൾഫ് ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷൻ സമാപിച്ചു. 10,000-കണക്കിന് പേരാണ് 3 ദിവസമായി നടന്ന പ്രദർശനത്തിലെത്തിയത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്തെ ലോകത്തെ ശ്രദ്ധേയമായ പ്രദർശനങ്ങളിൽ ഒന്നായിരുന്നു ദുബായിൽ സമാപിച്ച ഗൾഫ് ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷൻ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1500ഓളം കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി മേളയിൽ എത്തിയിരുന്നു. പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ ഹോട്ട് പാക്ക് സോഫ്റ്റ് ആൻഡ് കൂൾ ടിഷ്യൂ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. പ്രകൃതിക്കിണങ്ങുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ഇപ്രാവശ്യം മോർ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള പേപ്പർ ബാഗ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ തന്നെ യൂറോപ്യൻ മെഷീൻ വിത്ത് ഹാൻഡിൽ, വിത്തൗട്ട് ഹാൻഡിൽ, ഫ്ലാറ്റ് ഹാൻഡിൽ, അങ്ങനെ വ്യത്യസ്തമൊക്കെ. പിന്നെ നമ്മുടെ മണ്ണിനും ഇവിടുത്തെ UAE-യുടെ നാച്ചുറലിന് കോട്ടം തട്ടാത്ത രീതിയിൽ
വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ബാഗ്സാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ 3 ദിവസമായി നടന്ന മേള സന്ദർശിക്കാൻ 10,000-കണക്കിന് പേരാണ് എത്തിയിരുന്നത്. ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സമ്മേളനങ്ങൾക്കും മേള വേദിയായി. ന്യൂസ് ബ്യൂറോ, ദുബായ്. കേളി ന്യൂസ് അനയ്യ ഏരിയ ലാസൂർദി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യൻ മതേതരത്വം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശിലകളിലൊന്നായ മതേതരത്വം ഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങൾക്ക് ഇനിയും മൂർച്ച കൂട്ടിയില്ലെങ്കിൽ നാളിതുവരെ ഇന്ത്യ ആർജിച്ച മതനിരപേക്ഷ സങ്കല്പങ്ങളിലൂന്നിയ ബഹുസ്വരത ഇന്ത്യക്ക് നഷ്ടമാകുമെന്നും സെമിനാറിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് അനയ്യ A to Z ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കേളി സാംസ്കാരിക കമ്മിറ്റി അംഗം TR സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ സലാലയിൽ തെങ്ങിൽ നിന്ന് വീണ് മലയാളി മരിച്ചു. വടകര കൊളങ്ങര കണ്ടിയിൽ പൊക്കന്റെ മകൻ ബാബുവാണ് മരിച്ചത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ ബാബു ജോലിക്കിടെ ഹാഫയ്ക്ക് സമീപമുള്ള ഒരു തോട്ടത്തിൽ വെച്ച് തെങ്ങിൽ നിന്ന് വീഴുകയായിരുന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൾ ഷബന, ഭാര്യ ഷൈല, മകൻ ഷൈബു സലാലയിലെ കൈരളി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ദുബായിൽ മെട്രോ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നവംബർ 1 മുതൽ പുതിയ ഒരു ബസ് റൂട്ട് കൂടി തുടങ്ങുന്നു. F26 എന്ന നമ്പറിലുള്ള ബസ് നൂർ ബാങ്ക്, ഫസ്റ്റ് ഗൾഫ് ബാങ്ക് എന്നീ മെട്രോ സ്റ്റേഷനുകൾ വഴിയാകും സർവീസ് നടത്തുക. 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. തെക്കൻ കേരളത്തിലെ 2 ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. തിരുവനന്തപുരവും കൊല്ലവും. ഒപ്പം മധ്യകേരളത്തിലെ ഇടുക്കിയും തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് തിരശ്ശീല വീണത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ വാർഡുകളുടെ കലാശക്കൊട്ടിന് വേദിയായത് പേരൂർക്കടയായിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര നേരത്തെ തന്നെ നഗരത്തിൽ നിറഞ്ഞു. പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുദ്രാവാക്യം വിളിച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം ജംഗ്ഷനിൽ അണിചേർന്നതോടെ കലാശക്കൊട്ട് ഉത്സവ തിമിർപ്പിലായി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയും സ്ഥാനാർത്ഥികളുടെ പടുകൂറ്റൻ ഫ്ലക്സുകളും കലാശക്കൊട്ടിന് മാറ്റുപകർന്നു. ഗജവീരനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കലാശക്കൊട്ട് വേദിയിൽ വോട്ടഭ്യർത്ഥിച്ചിറക്കിയത്. നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട് തുടങ്ങിയ നഗരസഭകളിലും പഞ്ചായത്തുകളിലും കലാശക്കൊട്ട് ഗംഭീരമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മറന്നില്ല. കൊല്ലം കോർപ്പറേഷൻ, ഇടുക്കി ഈ 2 ജില്ലകളിലെയും മറ്റ് പഞ്ചായത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച കലാശക്കൊട്ട് ഗംഭീരമായിരുന്നു. ഇവിടെയും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കലാശക്കൊട്ടിന് അണിചേർന്നത്. കനത്ത സുരക്ഷ ഒരുക്കിയ പോലീസ് സംഘർഷ സാധ്യത ഒഴിവാക്കി സമാധാനപരമായ രീതിയിൽ കൊട്ടിക്കലാശത്തിന് വഴിയൊരുക്കി. തെക്കൻ ജില്ലകളിൽ പരസ്യ പ്രചാരണത്തിന് ആവേശോജ്വലമായിട്ടുള്ള ഒരു സമാപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ ജില്ലകളിലും പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രചരണവുമായി എത്തിയിട്ടുള്ളത്. ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ടുള്ളത്. ആ മണിക്കൂറുകൾ ഓരോ മുന്നണികളും എങ്ങനെ വിനിയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടുന്ന വിജയവും. ക്യാമറാമാൻമാരായ ദേവദത്തനും അജിത്തിനുമൊപ്പം സുനിൽ അരുമാനും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ആവേശം വിതച്ച് കൊട്ടിക്കലാശം. ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ പാർട്ടി പ്രവർത്തകർ ആവേശപൂർവ്വമാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വികസന വിഷയങ്ങളുമെല്ലാം ഒരുപോലെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രചാരണത്തിലാണ് കൊട്ടിക്കലാശമായത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത മലബാറിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. പകരം ത്രിതല പഞ്ചായത്ത് വാർഡുകളിലും ഡിവിഷനുകളിലും പ്രചാരണം കൊഴിപ്പിക്കുന്നതിലായിരുന്നു ഇരുമുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രചാരണ ബോർഡുകളും കൊടിതോരണങ്ങളുമായി താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളായിരുന്നു കൊട്ടിക്കലാശത്തിലെ പ്രധാന ആകർഷണം. കോഴിക്കോട് ബേപ്പൂർ മുതൽ എലത്തൂർ വരെ MLA-മാരായ എളമരം കരീം, A പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയ റോഡ് ഷോ നടന്നു. വടകരയിലും കൊയിലാണ്ടിയിലും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും ആവേശകരമായ പ്രചാരണമാണ് നടന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ നഗരങ്ങളിൽ LDF-ലെയും UDF-ലെയും പ്രധാന നേതാക്കൾ കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ വൻ സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിലാണ് കൊട്ടിക്കലാശം നടന്നത്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ആവേശകരമായ കൊട്ടിക്കലാശം നടന്നപ്പോൾ കൽപ്പറ്റയിൽ വീടുകൾ കയറി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു മുന്നണികൾ. കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇരുമുന്നണികളും BJP-യും കൊട്ടിക്കലാശത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇരുമുന്നണികളോടൊപ്പം SDPയും വെൽഫെയർ പാർട്ടിയും മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രന്മാരും കൊട്ടിക്കലാശത്തിൽ ശക്തി തെളിയിക്കാൻ രംഗത്തുണ്ടായിരുന്നു. 1 മാസം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് സമാപനമാവുന്നത്. ഇനിയുള്ളത് നിർണായകമായ മണിക്കൂറുകൾ. ശേഷം അന്തിമവിധി എഴുതാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ.
കണ്ണൂർ മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റു. ഇസ്മായിലിനാണ് കുത്തേറ്റത്. ലീഗ് സ്ഥാനാർത്ഥിയെ ആനയിച്ചു കൊണ്ടുവന്ന പ്രകടനത്തിലുള്ളവരാണ് കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇസ്മായിലിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ മാടായി മുട്ടത്ത് വൈകുന്നേരം LDF കലാശക്കൊട്ടിന്റെ ഭാഗമായി പ്രകടനം നയിക്കുന്നതിനിടെയാണ് സംഭവം. പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തു നിന്നും വന്ന ലീഗ് പ്രവർത്തകർ LDF പിന്തുണയോടെ മത്സരിക്കുന്ന പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥി ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറെ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ഇസ്മയിലിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുസ്ലിം ലീഗ് ഭരിച്ച മാടായി പഞ്ചായത്തിൽ അഴിമതി, വികസന മുരടിപ്പ് എന്നിവയിൽ മനമെടുത്ത് 10 പേരാണ് പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലീഗിനെതിരെ രംഗത്ത് വന്നത്. പരാജയ ഭീതിയിൽ പരിഭ്രാന്തരായാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് ലീഗ് പോയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി വോട്ടർമാർ അവരുടെ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ UDFനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പല വാർഡുകളിലും ദയനീയമായിട്ട് പരാജയപ്പെടും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ മാരകമായി ഒരു LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനെ തന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. EV ഷബീർ, K. ഷുഹൈബ് എന്നീ LDF പ്രവർത്തകരെയും മാരകായുധങ്ങളുമായി പ്രകടനം നടത്തിയ ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു. ഇവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊട്ടിക്കലാശം കണ്ണൂർ ജില്ലയിൽ സമാധാനപരമായിരുന്നു. എന്നാൽ കണ്ണൂരിൽ ആക്രമണമാണെന്നും കേന്ദ്രസേന വരണമെന്നും പ്രചരിപ്പിച്ചവർ തന്നെ ആക്രമണത്തിന് തുടക്കമിടുന്ന കാഴ്ചയാണ് ശനിയാഴ്ച കണ്ണൂർ കണ്ടത്. പരിയാരത്തു നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലായി 1102 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 1,11,11,6 വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ അറിയിച്ചു. 1,11,11,6 വോട്ടർമാരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുക. 31,161 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലായി 1,102 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. സംസ്ഥാനത്ത് മൊത്തം 1,316 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ പറഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകളായിട്ട് 1,315 പ്രശ്നബാധിത ബൂത്തുകളായിട്ടായിരുന്നു പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 1,019 ബൂത്തുകളിൽ നമ്മുടെ വെബ്കാസ്റ്റിംഗ് തന്നെയാണ് ഏർപ്പാട് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്, 643. പത്തനംതിട്ടയിലും വയനാട്ടിലും പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ല. പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും ഇതിനായി 4 കമ്പനി കർണാടക പോലീസിനെ വിന്യസിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നടത്തേണ്ടതായിരുന്നു, കാരണം ഇന്ന് അവസാനിക്കുകയാണ്. ലോക്കൽ ബോഡീസിന്റെ ടേം ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ടൈം ഇന്ന് അവസാനിക്കുമ്പോൾ നാളെ തീർച്ചയായിട്ടും പറയേണ്ട ബാധ്യത ഉള്ളതാണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്താതിരുന്നതിന്റെ വീഴ്ച ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. വ്യാഴാഴ്ച നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ചൊവ്വാഴ്ചയോടുകൂടി പൂർത്തിയാകും. വോട്ടെണ്ണൽ നടക്കുന്ന ശനിയാഴ്ച ഉച്ചയോടെ തന്നെ പൂർണ്ണമായും ഫലമറിയാനാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഹാറിൽ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. 7 ജില്ലകളിലായി 55 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 776 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി രംഗത്തുണ്ട്. 1,47,39,000 വരുന്ന വോട്ടർമാരുടെ മനസ്സു തേടിയാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. അടുത്ത ഘട്ടത്തോടെ വോട്ടെടുപ്പ് പൂർത്തിയാകുമെന്നതിനാൽ നാളത്തേത് എല്ലാ പാർട്ടികൾക്കും നിർണായകം. 7 ജില്ലകളിലെ 55 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. മുൻഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ BJPയുടെ ശക്തി കേന്ദ്രമാണ്. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55 മണ്ഡലങ്ങളിൽ 26 BJP നേടി. അന്ന് സഖ്യകക്ഷിയായിരുന്ന JDU 25 സീറ്റ് നേടി. ലാലു പ്രസാദ് യാദവിന് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിതീഷും ലാലുവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഈ മേഖലയിൽ നടത്തിയിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും 4ഓളം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും നടത്തി. അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സീമാഞ്ചൽ മേഖലയിലായതിനാൽ BJPയും ഭൂരിപക്ഷം സീറ്റുകൾ ഈ 4ാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. BJP ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന അമിത്ഷായുടെ വർഗീയ പ്രസ്താവനയും 4ാം ഘട്ട പ്രചാരണത്തിനിടയിലായിരുന്നു. ആകെ 776 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 57 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. 14,139 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
പീപ്പിൾ ബിഗ് ഇംപാക്ട്. ശിവഗിരി മഠാധിപതി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് തയ്യാറായി സർക്കാർ. പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. പീപ്പിൾ വാർത്ത രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തതോടെ സർക്കാരിന്റെ മേൽ അന്വേഷണത്തിന് സമ്മർദ്ദമേറുകയായിരുന്നു.